ഷൈൻ. ഈ സെഷനിലൂടെ നമ്മൾ കാണുന്നത് എങ്ങനെയാണ് ഒരു ഫോൾഡർ, നേരത്തെ ഫയലിൽ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്, ഫയലുകളുടെ കളക്ഷനാണ് ഫോൾഡർ. അപ്പൊ എങ്ങനെയാണ് ഒരു ഫോൾഡർ നമ്മുടെ LMS പേജിൽ ആഡ് ചെയ്യുക എന്നാണ് ഈ ഒരു സെഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. റിലേറ്റഡ് ആയിട്ടുള്ള ഫയലുകളുടെ കളക്ഷൻ ആണല്ലോ ഫോൾഡർ, പരിചയമുള്ള ടെർമിനോളജി ആണല്ലോ. ചെയ്യുന്നത് നമ്മളുടെ സൈറ്റ് എഡിറ്റബിൾ ആക്കുക, നമ്മുടെ വെബ് പോർട്ടൽ എഡിറ്റബിൾ ആക്കുക, LMS പേജ്. അതിനായിട്ട് ടേൺ എഡിറ്റിംഗ് ഓൺ എന്നത്, ആഡ് ആൻ ആക്ടിവിറ്റി ഓർ റിസോഴ്സ് എന്നുള്ളത് എടുക്കുന്നു. ഇവിടെ നമുക്ക് കുറേയധികം ടൂളുകൾ, അപ്പം ഒരുപക്ഷെ കുറേയധികം ടൂളുകളുള്ള ഒരു LMS പേജ് ആണെങ്കിൽ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല വരുന്നത്, കുറേയേറെ ഉണ്ടായിരിക്കും. അപ്പൊ അതിൽ നമുക്ക് അത് ഇവിടെ വേണമെങ്കിൽ സെർച്ച് ചെയ്ത് വേണമെങ്കിലും എടുക്കാനായിട്ട് ഞാൻ FOL എന്നടിച്ചപ്പോഴത്തേക്ക് ഫോൾഡർ എന്ന് വന്നിരിക്കുന്നു. ഫോൾഡർ ഐക്കൺ എടുക്കുന്നു. ഞാനിപ്പം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ കളക്ഷൻ എൻ്റെ കയ്യിലുണ്ട്. നമുക്ക് ഡിസ്ക്രിപ്ഷൻ എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒരു ഫോൾഡർ എന്നുള്ളത്, അതിനായിട്ട് ഞാൻ ജസ്റ്റ് ഒരു ഇമേജ് കോപ്പി ചെയ്യുന്നു. കോപ്പി ഇമേജ് എന്നുള്ളത്, എന്നിട്ട് ഇവിടെ അത് റൈറ്റ് മൗസ് ക്ലിക്ക് ചെയ്ത് പേസ്റ്റ് വർക്കാവില്ല. ചില എഡിഷനിൽ അത് വർക്കാവുന്നുണ്ട്, ചില ഇതിലത് വർക്കായിട്ടില്ല. ഡിസ്പ്ലേ അതുകൊണ്ട് ഞാൻ Ctrl+V ഉപയോഗിച്ചാണ് അതവിടെ പേസ്റ്റ് ചെയ്തത്. ഒന്നുമില്ല, ജസ്റ്റ് ഒരു ഡെക്കറേറ്റീവ് സാധനം എന്ന് മാത്രമേ ഉള്ളൂ. കുട്ടികൾക്കത് പേജ് അട്രാക്റ്റീവ് ആക്കുന്നതിന് വേണ്ടി ഒരു ഐക്കൺ അവിടെ കൊടുക്കുന്നു, അത്രയേ ഉള്ളൂ ഫോൾഡർ. ഫോൾഡറിന്റെ പേര് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി എനിക്ക് ആ ഫോൾഡറിന് വേണ്ട ഫയലുകൾ മുഴുവനായി ഇവിടേക്ക് ആഡ് ചെയ്യണം. ആഡ് ചെയ്യുമ്പോൾ ഞാൻ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് എടുക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്ലോഡ് എ ഫയൽ എന്ന് കൊടുത്താൽ ഞാനത് ഡെസ്ക്ടോപ്പിൽ ഓൾറെഡി ഒരു ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മുഴുവനായിട്ട് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അത് മുഴുവനായി തന്നെ നേരത്തെ ഒരു ഫയലാണ് ആഡ് ചെയ്തതെന്നുണ്ടെങ്കിൽ ഇവിടെ അത് മുഴുവനായിട്ട് ആഡ് ചെയ്യും. അതൊരു വഴി. ഞാൻ എന്തായാലും ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് നമുക്ക് കാണിക്കാം. ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുന്നതിനായിട്ട് ആ ഫയൽ എടുത്തു, മുഴുവനും കൂടെ ഒരുമിച്ചായിട്ട് എടുത്തു. അതിനുശേഷം ഇവിടേക്ക് എത്തി. ഒരു 16 ഫയലുകളാണ് ഇവിടേക്ക് ലോഡ് ആകുന്നത്. അത് മുഴുവനായിട്ട് കൊടുത്തു. ഓക്കെ, ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഉൾപ്പെടുന്ന ഒരു ഫോൾഡർ മുഴുവനായി. വിവിധ ടൈപ്പ് ഫയലാകാം. ഞാനിവിടെ സൗകര്യത്തിന് വേണ്ടിയിട്ട് കുറച്ച് PDF ഫയലുകളാണ് കൊടുത്തതെന്ന് മാത്രം. നമുക്ക് നമ്മുടെ മേഖലയ്ക്ക് അനുസരിച്ച് നമുക്കിപ്പം ഏതെങ്കിലും പ്രോഗ്രാമിനെ, ഇപ്പൊ ടെക്കിന്റെ ഏതെങ്കിലും സിയുടെ ഏതെങ്കിലുമൊക്കെ പ്രോഗ്രാം കോഡുകൾ, അല്ലെങ്കിൽ ഇവൻ വോയിസോ ഓഡിയോസോ എന്തെങ്കിലുമൊക്കെ നമുക്കാണ് ഷെയർ ചെയ്യണമെങ്കിൽ എന്ത് ടൈപ്പ് ഫയലുകളാണെങ്കിലും അത് പോസിബിൾ ആണ് ആസ് എ ഫോൾഡർ. ഓൺ എ സെപ്പറേറ്റ് പേജ് ഇത് എങ്ങനെയാണ് ഡിസ്പ്ലേ ഫോൾഡർ കണ്ടന്റ് എങ്ങനെയാണ് വരേണ്ടതെന്ന്, ഇതിന്റെ കണ്ടന്റ്സ് ഓൺ ഇൻലൈൻ ഓൺ കോഴ്സ് പേജ് ഓൺ എ സെപ്പറേറ്റ് പേജ് ക്ലിക്ക് ചെയ്ത് പോകുന്ന രീതിയിലാക്കാം. ഓക്കെ, ഷോ ടു ഡൗൺലോഡ് ഫോൾഡർ ബട്ടൺ കാണിക്കാം. സബ് ഫോൾഡർ എക്സ്പാൻഷൻ, ഇതിനകത്ത് തന്നെ വീണ്ടും ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറഞ്ഞുകൊണ്ടൊരു ഫോൾഡർ ഉണ്ടാക്കുകയും അതിനകത്ത് S1, S2, S3, S4 എന്ന് പല സബ് കാറ്റഗറീസ് അങ്ങനെയൊക്കെ വേണമെങ്കിലും ആകാം. ഓക്കെ, അത് നമുക്ക് വീണ്ടും ഇതിനകത്ത് ക്രിയേറ്റ് എ ഫോൾഡർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് വരും. 7 റിട്ടേൺ ടു കോഴ്സ് എന്ന് കൊടുക്കും. 7 ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ നേരെ അത് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നത് ഇതാണ്. ഇപ്പൊ നമ്മൾ നേരത്തെ നമ്മൾ ഇവിടെ ഷോ ഓൺ കോഴ്സ് പേജ് എന്ന് കൊടുത്തത് കൊണ്ടാണ് ഞാൻ വീണ്ടും എഡിറ്റിലോട്ട് പോയിട്ട് ഇവിടെ ഇത് ഷോ ഡിസ്പ്ലേ ഓൺ കോഴ്സ് പേജ് എന്നുള്ളത് ടേൺ ഓഫ് ചെയ്താൽ അതവിടെ ഉണ്ടാവില്ല എന്ന് മാത്രം. അത്രേ ഉള്ളൂ. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഫോൾഡർ ഇവിടെ എഡിറ്റ് സെറ്റിംഗ്സിൽ എത്തിക്കഴിഞ്ഞ് അവിടെ ഷോ ഡിസ്പ്ലേ ഡിസ്ക്രിപ്ഷൻസ് ഓൺ കോഴ്സ് പേജ് എന്ന് കൊടുത്തു എന്നുള്ളത് കൊണ്ടാണ് ആ ഒരു ഫോൾഡറിന്റെ ഒരു ഐക്കൺ അവിടെ വന്നത്. വേറെ ഏതെങ്കിലും ഇമേജ് ഒക്കെ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. നമ്മുടെ പേജ് ഒന്ന് കുറച്ചുകൂടെ ഭംഗിയാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സംവിധാനം നമ്മൾ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി അത് ഈ രീതിയിൽ താഴേക്ക് വരുന്നു. നമുക്കിവിടെ ഡൗൺലോഡ് ഫോൾഡർ എന്നുള്ള ഒരു ഓപ്ഷൻ വന്നത് അറിയാം. നമുക്കത് നമ്മൾ അങ്ങനെ ഒരു ഓപ്ഷൻ കുട്ടികൾക്ക് കൊടുത്തു. ഇത് മുഴുവൻ ഒരു ഫോൾഡറായിട്ട് നിങ്ങൾ നിങ്ങളുടെ മൊബൈലിൽ സൂക്ഷിക്കൂ എന്നാണെങ്കിൽ ഡൗൺലോഡ് ഫോൾഡർ എന്ന് കൊടുത്താൽ മതി. ആ രീതിയിൽ നമുക്കത് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അത് ഞാൻ അപ്പിയറൻസ് ഒന്നും ചെയ്തില്ല, അതുകൊണ്ട് തന്നെ അത് ഡിഫോൾട്ടായിട്ട് ഡൗൺലോഡ് മോഡിലേക്കാണ് പോകുന്നത്. ഓക്കെ, ഈ രീതിയിലാണ് ഒരു ഫോൾഡർ നമുക്ക് നമ്മളുടെ ഒരു വെബ്സൈറ്റിൽ കൊടുക്കാനായിട്ട് പറ്റുന്നത്. ഓക്കെ, മറ്റൊരു സെഷനുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.